അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ 2025 നടന്ന അർദ്ധവാർഷിക പരീക്ഷ തിലാവത്തുൽ ഖുർആൻ ആൻഡ് ഹിഫ്ളുൽ ഖുർആനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായി നോക്കി ഓതേണ്ട ഭാഗങ്ങളാണ് കൊടുത്തിട്ടെന്താ താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓദിക്കുക എന്നാണ്. അപ്പോൾ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ എന്ന് പറയുന്ന സൂറത്തുണ്ട്, സൂറത്ത് സൽസല. ആ സൂറത്താണ് നോക്കി ഓതാനുള്ളത്. ഇനി അവിടെ നിന്ന് നോക്കി ഈ ചോദ്യപേപ്പറിൽ നോക്കിയിട്ട് കുട്ടി വായിച്ചു കൊടുക്കേണ്ടതാണ്. ഈ 10 ഈ കാണുന്ന ഈ 10 കുട്ടി വായിച്ചു കൊടുക്കേണ്ടതാണ്. ഇവിടെ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഖ്റജു സായ്, ഒന്നാമത്തേത് വായിക്കുന്ന സമയത്ത് സായ്, കുട്ടിൻ്റെ സായിൻ്റെ ഉച്ചാരണം എങ്ങനെ ഉണ്ട് എന്നുള്ള നോക്കുക. സുൽസിലത്തി സിൽസാലഹ എന്നാണ് കൊടുത്തിട്ടുണ്ട്. അടുത്ത മഖ്റജു ലോദാണ്, അൽ അർലു എന്നുള്ള വാദം. ആ ലോദിൻ്റെ മഖ്റജ് ക്ലിയർ ആണോ നോക്കും. അടുത്തത് അന്നുത്തുൽ ഹംസ, ഹംസൻ്റെ ഉച്ചാരണം. ഇദാ അൽ അർലു വ അഖ്റജത്തി അസ്ഖാലഹ, അവിടേക്കുള്ള ഹംസൻ്റെ ഉച്ചാരണം എങ്ങനെയുണ്ട് എന്നാണ് നോക്കുക. അടുത്തത് മഖ്റജുൽ ഖാഫ്, ഖാഫിൻ്റെ ഉച്ചാരണം എങ്ങനെയുണ്ട്. അസ്ഖാലഹ വഖാല മിസ്ഖാല ഒക്കെ പറയുമ്പോൾ ഖാഫിൻ്റെ ഉച്ചാരണം എങ്ങനെയുണ്ട് നോക്കും. അടുത്തത് മഖ്റജുൽ ഹാ, ഹാഇൻ്റെ മഖ്റജ് എങ്ങനെയുണ്ട്. തുഹദ്ദിസു ഔ ഹാ, അതിൻ്റെ ഉച്ചാരണമൊക്കെ ക്ലിയർ ആണോ നോക്കും. അടുത്തേതാ മഖ്റജുൽ ഖാ, ഖാഇൻ്റെ ഉച്ചാരണം. അപ്പോൾ കുട്ടി ഉദാഹരണം വായിക്കും അഖ്ബാറഹ ഖൈറൻ, അപ്പോൾ ഖാഇൻ്റെ ഉച്ചാരണം റെഡി ആവണം. അടുത്തത് മഖ്റജു ദാലാണ്, ദാല് എങ്ങനെ യൗമ ഇദിൻ ദർറത്തിൻ. ഈ 2 ഉദാഹരണങ്ങൾ കുട്ടി വായിക്കുമ്പോൾ ദാലിൻ്റെ ഉച്ചാരണം ക്ലിയർ ആവണം. ദാല് പല കുട്ടികൾക്കും സായ് ആയി മാറാറുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളിൽ അങ്ങനെയല്ലാന്ന് ഉറപ്പ് വരുത്തണം. അടുത്തത് മഖ്റജു സ്വാദാണ്, യസ്ദുറു, യസ് സ്വാദ്, ആ സ്വാദിൻ്റെ ഉച്ചാരണം ക്ലിയർ ആവണം. അടുത്തത് മഖ്റജുൽ ഐനാണ്, അതേതാണ് 9 അഅമാലഹും യഅമൽ. ഈ 2 ഉദാഹരണങ്ങൾ കുട്ടി വായിക്കണം, അപ്പോൾ ഐന് ക്ലിയർ ആവണം. അടുത്തത് ഗുന്നത്തു നൂന്, നൂനെ മടിച്ചോദനം എന്നാണല്ലോ. ബി അന്ന അന്നാസു, അങ്ങനെ എന്ത് ചെയ്യണം കുട്ടി മടിച്ചോദ എന്നുള്ളതാണ് അവിടെ നോക്കുക. മഖാരിജുൽ ഹുറൂഫ്, തജ്വീദ് നിയമങ്ങൾ എന്നിവയും നല്ല ശൈലിയും ഓതാനുള്ള കഴിവും പരിഗണിച്ചാണ് മാർക്ക് നൽകേണ്ടത് എന്ന് ഉണ്ടല്ലേ. മാർക്ക് നൽകേണ്ട കാര്യമാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. ഇനി ഹിഫ്ളുൽ ഖുർആനിലേക്ക് കടന്നാൽ ഖുർആൻ കാണാതെ ഓതി കൊടുക്കാനുള്ളത് ഫാത്തിഹ സൂറത്തുണ്ട്, പിന്നെ ചെറിയ സൂറത്താകുന്ന ഖുൽ അഊദു ബി റബ്ബിൻ നാസ്, ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, ഖുൽ ഹുവല്ലാഹു അഹദ്, തബ്ബത് യദാ അബീ ലഹബിൻ വത്തബ് എന്നുള്ള സൂറത്ത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഈ 5 സൂറത്തുകളാണ് നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഹിഫ്ളുള്ളത്. ഫാത്തിഹ ഉണ്ടാകും, അതിൻ്റെ കൂടെ ഈ 5 സൂറത്തുകൾ കൂടെ. അത് കൃത്യമായിട്ട് കുട്ടികൾ കാണാതെ പഠിച്ചിരിക്കണം. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇഹ്ദിന സിറാത്ത, എന്നിട്ട് വലല്ലാലീൻ വരെ കുട്ടി എന്ത് ചെയ്യണം ഓതി കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത് ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങനെ കുഫുവൻ അഹദ് വരെ കുട്ടി ഓതി കൊടുക്കുക. 3 ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അങ്ങനെ പോകുന്നത് ഫീ ദീനില്ലാഹി അഫ്വാജ വരെ ഓതണം. അടുത്തത് സയസ്ലാ നാറൻ ദാത ലഹബ്, അങ്ങനെ പോന്നിട്ട് ഹബ്ലും മിൻ മസ്അദ് വരെ ഓതി കൊടുക്കുക. അടുത്തത് ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, അങ്ങനെ പോന്നിട്ട് നഫാസാതി ഫിൽ ഉഖദ് അതുവരെ കുട്ടി എന്ത് ചെയ്യണം ഓതി കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, പിന്നെ സൂറത്തുൽ മസദ്, സൂറത്തുൽ നസ്ർ, ഈ സൂറത്തുകളൊക്കെ കുട്ടി എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം. അവസാനത്തെ 5 സൂറത്തുകൾ അതാണ് ഹിഫ്ളിന് വരിക പ്രധാനമായിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കെല്ലാവർക്കും നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ PDF വേണ്ടവർ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകും, അതുപയോഗിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.